ഹായ് ഫ്രാൻസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മൈ സ്റ്റാൻഡ് എന്ന് പറയുന്ന സീരീസിൻ്റെ 7ാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡ് ഇട്ട ടൈമിന് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആയിട്ടുള്ളൊരു കുട്ടി മെസ്സേജ് അയച്ചിട്ട് ഹായ് കൊടുക്കാമോ എന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആളുടെ പേര് ഡെൽഫ എന്നാണ്. സോ ഹായ് ഡെൽഫ, സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ തന്നെ എപ്പിസോഡിലേക്ക് കിടക്കാം. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് ജോ ആണെങ്കിൽ അവൻ്റെ അമ്മേനെയും കൊണ്ട് പുതിയ വീട്ടിലേക്ക് വരുന്നതാണ്. കാരണം കഴിഞ്ഞ ദിവസം മിങ്ങിൻ്റെ കൂടെ ഒരു വർഷം വന്ന് നിൽക്കുന്നതിന് വേണ്ടിയിട്ട് തൻ്റെ അമ്മയ്ക്ക് താമസിക്കാൻ ഒരു വീടും 5 മില്യണുമായിരുന്നു അവൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു വീട് ഇപ്പോൾ കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ ആ ഒരു വീട്ടിലേക്ക് താമസം മാറ്റിയിട്ട് ജോയും അവൻ്റെ അമ്മയും വരികയാണ്. അങ്ങനെ വരുന്ന ടൈമിന് ജോ ആണെങ്കിൽ ഇവിടെ 3 ബെഡ്റൂമുണ്ട്, കിച്ചണുണ്ട്, നല്ല സ്പേസ് ഒക്കെ ഉണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞു വരാണ്. ആ ടൈമിന് അവിടെയാണെങ്കിൽ നോയി എന്ന് പറഞ്ഞിട്ടൊരു ലേഡി നിൽക്കുകയാണ്. അങ്ങനെ ജോ ആണെങ്കിൽ അവൻ്റെ അമ്മയ്ക്ക് ഈ ഒരു ലേഡീനെ പരിചയപ്പെടുത്തി കൊടുത്തിട്ട് ഞാൻ ജോലിക്ക് പോകുന്ന ടൈമിന് അമ്മേനെ ഇവർ നോക്കിക്കോളും, അമ്മയുടെ കാര്യങ്ങളെല്ലാം നോക്കും, അമ്മേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതും ഇവരായിരിക്കും എന്ന് പറഞ്ഞിട്ട് ആ ഒരു ലേഡി ഇവരുടെ കയ്യിൽ നിന്ന് ബാഗൊക്കെ വാങ്ങിച്ച് അകത്തേക്ക് കൊണ്ടുപോവാണ്. ഇവരുടെ അതിന് അമ്മയാണെങ്കിൽ ജോയിൻ്റെ അടുത്ത് ജോ ഈ ഒരു വീട് വാങ്ങാനുള്ള പൈസ നിനക്ക് എവിടെ നിന്നാണ് കിട്ടിയത് എന്ന് ചോദിക്കുകയാണ്. ജോ അപ്പോൾ അത് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തുനിന്ന് കടം വാങ്ങിച്ചാണെന്ന് പറയുന്നുണ്ട്. ആ സമയം അമ്മ കടം വാങ്ങിച്ചെന്നോ, നീ എന്തിനാ കടം വാങ്ങാൻ പോയത്, ഇതിനു മുമ്പ് വാങ്ങിച്ച കടം പോലും അടച്ചു തീർക്കാൻ പറ്റുമെന്ന് പോലും മനുഷ്യന് അറിയത്തില്ല എന്ന് പറയാണ്. ആ സമയം ജോ ആണെങ്കിൽ അതൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട, പിന്നെ ഞാനിപ്പോൾ ഈ കടം വാങ്ങിച്ച ഫ്രണ്ട് ഫേമസ് ആയിട്ടുള്ളൊരു സെലിബ്രിറ്റിയാണ്, ഫാമിലി ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരാളാണെന്ന് പറയാണ്. ആ സമയം സെലിബ്രിറ്റി ആണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അമ്മയാണെങ്കിൽ അത് താണാണോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം ജോ ഏത് താണെന്ന് ചോദിച്ചപ്പോൾ അമ്മ നീ മുമ്പ് വർക്ക് ചെയ്തിരുന്ന ഏജൻസി ഇല്ലേ, ആ ഏജൻസിയിൽ നിൻ്റെ ഫ്രണ്ടായിട്ടുണ്ടായിരുന്ന താണാണോ എന്ന് ചോദിക്കുകയാണ്. നമ്മുടെ ജോ ആയിരുന്നില്ലല്ലോ ആ സമയം അവിടെ ഉണ്ടായിരുന്നത്, നമ്മുടെ ജയിക്കായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ജോയ്ക്ക് ഈ ഒരു താണാരെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെ അവൻ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല എന്ന് പറയാണ്. ആ സമയം അമ്മ ആ ഓർമ്മ കിട്ടുന്നില്ലെങ്കിൽ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ടും അമ്മയാണെങ്കിൽ ഇവിടെ ഒരുപാട് സ്പേസും മരങ്ങളൊക്കെ ഉണ്ടല്ലോ, എനിക്കിവിടെ പച്ചക്കറി കൃഷിയൊക്കെ നടത്താമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ടൈമിന് ജോയ്ക്ക് കോള് വരികയാണ്, മിങ്ങിൻ്റെ കോള്. അങ്ങനെ ജോ മിങ്ങിനെ കാണാനായിട്ട് അവൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് ചെല്ലാണ്. ആ സമയം മിങ്ങ് കുളിച്ചിട്ട് നിൽക്കായിരുന്നു. ജോയിനെ കണ്ടതും മിങ്ങാണെങ്കിൽ ജോയിൻ്റെ അടുത്ത് പോയി കുളിച്ചിട്ട് വരാൻ പറഞ്ഞിട്ട് ടവൽ കൊടുക്കുകയാണ്. അങ്ങനെ ജോയും പോയി കുളിച്ചിട്ട് വന്നിങ്ങനെ നിൽക്കുകയാണ്. അവനങ്ങനെ കുളിച്ചിട്ട് ഇങ്ങനെ ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങിയതും അവിടെയുള്ളൊരു കണ്ണാടി നോക്കുകയാണ്. ആ സമയം ജെയ്ക്കിനെ കാണുന്നത് കൊണ്ട് തന്നെ അവൻ ജെയ്ക്കിനോട് സംസാരിക്കുന്ന പോലെ എൻ്റെ അടുത്ത് ഒന്നും തോന്നിയേക്കരുത്, നമ്മുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വിചാരിക്കണം, ഐ എം സോറി എന്നിങ്ങനെ പറയാണ്. എനിക്ക് തോന്നുന്നു മിങ്ങുമായിട്ട് ഈ ഒരു കോൺട്രാക്റ്റ് സമ്മതിച്ച് കൊടുത്തത് കൊണ്ടായിരിക്കാം, പിന്നെ അത് ജെയ്ക്കിൻ്റെ ബോഡിയാണല്ലോ, ജോയുടെ അല്ലല്ലോ, അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അവൻ ജെയ്ക്കിനോട് സോറി പറഞ്ഞത്. അങ്ങനെ ജോ ആണെങ്കിൽ ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാണ്. അങ്ങനെ റൂമിലോട്ട് വന്നപ്പോൾ മിങ് അവിടെ സൈഡിലായിട്ട് നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ ജോയിനെ കണ്ടപ്പോഴത്തേക്കും മിങ് അവൻ്റെ അടുത്തേക്ക് ചെല്ലാനായിട്ട് പറയാണ്. അങ്ങനെ ജോ അവൻ്റെ അടുത്ത് ചെന്ന് നിന്നതും മിങ് ആണെങ്കിൽ ജോയിനെ തിരിച്ച് നിർത്തിയിട്ട് അങ്ങ് ചുമലിലേക്ക് ചേർത്ത ശേഷം കിസ് ചെയ്യാനും ചെറുതായിട്ട് ഇൻറ്റിമേറ്റ് ആവാനൊക്കെ തുടങ്ങാണ്. എന്നാൽ മിങ്ങിന് ആ സമയം ജോയിനെ കിസ് ചെയ്തതും അവൻ്റെ കൂടെ ഇൻറ്റിമേറ്റ് ആയതും ഒക്കെ ഇങ്ങനെ ഓർമ്മ വരാണ്. അങ്ങനെ അതോർത്തിട്ട് അവനിപ്പോൾ ഇൻറ്റിമേറ്റ് ആവുന്നങ്ങ് നിർത്തിയിട്ട് ഒന്നും മിണ്ടാതെ ചെന്നങ്ങ് ബെഡിൽ കിടക്കാണ്. ആ ടൈമിൽ ജോ ആണെങ്കിൽ സംസാരിക്കാനായിട്ട് തുടങ്ങിയതും മിങ് ഒന്നും മിണ്ടണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ജോ 2 മിനിറ്റ് മിണ്ടായിരുന്ന ശേഷം എങ്കിൽ ശരി ഞാൻ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് പോകാനായി തുടങ്ങാണ്. മിങ് അപ്പോൾ വേണ്ട, ഇങ്ങി നിൽക്ക്, എൻ്റെ അടുത്തേക്ക് വന്ന് കിടക്കാനായിട്ട് പറയാണ്. അങ്ങനെ ജോ ചെന്ന് മിങ്ങിൻ്റെ അടുത്തേക്ക് കിടക്കാണ്. മിങ് അവനെ ഹഗ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്ന അടുത്ത ദിവസം രാവിലെ മിങ് ഉറക്കം എഴുന്നേൽക്കുന്നതാണ്. ആ സമയം നോക്കിയപ്പോൾ ജോ അവൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല. ആ ഒരു ടൈമിന് മിങ് എന്തോ ഒരു സൗണ്ട് കേൾക്കുകയാണ്. അങ്ങനെ അവൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് എന്താണെന്നിങ്ങനെ പോയി നോക്കിയപ്പോൾ ജോ ആണെങ്കിൽ അവിടെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഫുഡ്. ഈ ഒരു ടൈമിന് മിങ് ജോയുടെ വീട്ടിൽ ചെന്ന ടൈമിന് ഫ്ലാഷ് ബാക്കിലെ സമയത്ത് ജോ മിങ്ങിന് വേണ്ടിയിട്ട് ഫുഡ് കുക്ക് ചെയ്ത് കൊടുത്ത ഒരു ഇമാജിനേഷനൊക്കെ മിങ്ങിന് വരുന്നുണ്ട്. അങ്ങനെ ജോ ഇപ്പോൾ ഫുഡൊക്കെ കൊണ്ടുവച്ചിട്ട് മിങ്ങിൻ്റെ അടുത്ത് ഫ്രിഡ്ജിൽ ഇത്ര സാധനങ്ങൾ ഇട്ടായിരുന്നുള്ളൂ, ഇത് ഓക്കെ ആയാലോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം മിങ് അതേന്ന് പറയുന്നുണ്ട്. ഈ ഒരു ടൈമിന് ഫോണിലൊരു നോട്ടിഫിക്കേഷൻ ഇങ്ങനെ വന്നിട്ട് ജോ ആണെങ്കിൽ അതെടുത്ത് നോക്കുകയാണ്. ആ ടൈമിലാണ് അവനിന്ന് വർക്കുള്ള കാര്യം ഓർത്തിട്ട് അവൻ മിങ്ങിൻ്റെ അടുത്ത് ഇന്നെനിക്കൊരു മ്യൂസിക് വീഡിയോയുടെ ഷൂട്ടിംഗ് ഉണ്ട്, ഞാൻ പെട്ടെന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് അവനോടൊന്ന് പോകാൻ നിൽക്കുകയാണ്. നമ്മുടെ സോളിൻ്റെ മ്യൂസിക് വീഡിയോയിൽ ഒരു അവസരം കൊടുത്തല്ലോ, അതിൻ്റെ ഷൂട്ടിങ്ങാണ്. ആ ടൈമിൽ മിങ് പോയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വരുന്നതെന്ന് പറയുന്നുണ്ട്. അത് അവനെ സമ്മതിക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ഇവൻ നേരെ ഷൂട്ടിങ്ങിൻ്റെ സ്ഥലത്തേക്ക് ചെല്ലുന്നതാണ്. ആ ടൈമിന് ഓൾറെഡി അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഇമ്മിൻ്റെ അടുത്ത് നിന്നിട്ട് ഐ എം സോറി, ട്രാഫിക് മോശമായിരുന്നു, അതാ ഞാൻ വരാൻ ലേറ്റായി എന്ന് പറയാണ്. ആ സമയം അവൻ്റെ അടുത്ത് നീ ഒരു ഫേമസ് ആയിട്ടുള്ള ആക്ടറായിട്ട് പോലും ഇല്ല, അതിനു മുന്നേ തന്നെ നീ ലേറ്റായി തുടങ്ങുകയാണോ എന്ന് ചോദിക്കുകയാണ്.
ആ സമയം ജോ സോറി പറയുന്നുണ്ട്. എന്നിട്ട് ഇമ്മിൻ്റെ അടുത്ത് എത്ര സീൻ ഷൂട്ട് ചെയ്തെന്ന് ചോദിക്കുകയാണ്. ആ സമയം ഇമ്മ് ഒന്നും ഷൂട്ട് ചെയ്ത് തുടങ്ങിയില്ല, നീ വന്നാലല്ലേ ഷൂട്ട് ചെയ്ത് തുടങ്ങാൻ പറ്റുള്ളൂ എന്ന് പറയാണ്. ആ സമയം ജോ പക്ഷേ ഫസ്റ്റ് മെയിൻ ലീഡിൻ്റെയൊക്കെ ഷൂട്ടല്ലേ നടത്തുന്നത്, ഞാൻ സപ്പോർട്ടിങ് റോളല്ലേ എന്ന് പറയുന്നുണ്ട്. ആ സമയം സോൾ അങ്ങോട്ടേക്ക് വന്നിട്ട് സപ്പോർട്ടിങ് റോളാണെന്ന് നിന്നോട് ആരാ പറഞ്ഞേ, നിനക്ക് വേണ്ടിയിട്ടൊരു റോള് ഞാൻ ആഡ് ചെയ്തു, നീ ഇപ്പോൾ മെയിൻ ക്യാരക്ടറാണെന്ന് പറയാണ്. ആ സമയം ജോ ആണെങ്കിൽ ശരിക്കും എനിക്ക് എന്ത് റോളാണ് ഉള്ളതെന്ന് വെച്ചപ്പോൾ സോള് എൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെ റോളാണെന്ന് പറയാണ്. അതിനുശേഷം കാണിക്കുന്നത് അവരവർ മ്യൂസിക് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതാണ്. നമ്മൾ ഈ പല മ്യൂസിക് വീഡിയോയിലും കണ്ടിട്ടുണ്ടായിരിക്കും, ഇടയ്ക്ക് സംസാരം, അതായത് ഒരു സ്റ്റോറീനെ ഇൻവോൾവ് ചെയ്തിട്ടായിരിക്കും ഒരു മ്യൂസിക് വീഡിയോ ക്രിയേറ്റ് ആവുന്നത്. അതുപോലെയാണ് ഇവിടെയും ചെയ്യുന്നത്. സോളാണെങ്കിൽ അവൻ പാടുന്ന സീൻസും ഒക്കെ ഷൂട്ട് ചെയ്യാണ്. അതിനുശേഷം സോളും ജോയും ഒരുമിച്ചുള്ള സീൻസും ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ അവർ ക്ലോസായി പോകുന്ന എല്ലാം ഇങ്ങനെ സീനും സംഭവങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഷൂട്ട് ചെയ്ത ഭാഗം ഇവർ കാണാണ്. കണ്ടു കഴിഞ്ഞപ്പോൾ ഡയറക്ടർ ഇത് സെറ്റാണെന്ന് പറയാണ്. അങ്ങനെ ജോയൊക്കെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. ആ ടൈം പെട്ടെന്ന് സോളിന് എന്തൊരു ഡൗട്ട് വന്നിട്ട് ജോ തിരിഞ്ഞ് നടന്നു പോകുന്ന ആ ഒരു സീൻ വീണ്ടും ഒന്ന് പ്ലേ ചെയ്യാമോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ആ ഒരു സീൻ പ്ലേ ചെയ്ത് കൊടുത്തപ്പോൾ സോൾ ആ ഒരു സീനിൽ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. അങ്ങനെ ജോ നടന്നു പോകുന്നതിനെ കണ്ടപ്പോഴത്തേക്കും ജോയുടെ വീട്ടിൽ അന്നൊരു കള്ളൻ കയറിയില്ലേ, നമ്മുടെ ജോ തന്നെയാണത്. പക്ഷേ സോളിനത് അറിയത്തില്ലല്ലോ. അപ്പോൾ സോള് ആ ഒരു വീട്ടിൽ കയറിയതും കള്ളനാണെന്ന് കരുതിയിട്ട് പിടിക്കാൻ ശ്രമിച്ചപ്പോൾ സോളിനെ തള്ളിയിട്ടിട്ട് നമ്മുടെ ജോ ഇറങ്ങി ഓടിയില്ലേ. ആ ടൈമിന് ഇറങ്ങി ഓടിയ ആളെപ്പോലെ ഇപ്പോൾ ജോ നടന്നു പോകുന്ന കണ്ടപ്പോഴത്തേക്കും സോളിന് തോന്നാണ്. അങ്ങനെ സോളിന് അന്ന് ആ വീട്ടിൽ കയറിയത് ജോ ആണോ എന്നൊരു ഡൗട്ട് ക്രിയേറ്റ് ആവാണ്. അതിനുശേഷം കാണിക്കുന്നത് ജോ ഫുഡ് കഴിക്കുന്ന ടൈമിന് സോൾ അവൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ നിൻ്റെ കൂടെ ജോയിൻ ചെയ്യട്ടെ എന്ന് ചോദിക്കുകയാണ്. ആ സമയം ജോ ആണെങ്കിൽ അത് വേണ്ട, ജസിൻ്റെ കൂടെ ഇരുന്ന് കഴിക്കുക, എൻ്റെ കൂടെ കഴിക്കാൻ നിൽക്കണ്ടെന്ന് പറയാണ്. ആ ടൈമിൽ സോള് പക്ഷേ എനിക്ക് നിൻ്റെ കൂടെ കഴിക്കണമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ അടുത്തിരിക്കുകയാണ്. എന്നിട്ട് സോളാണെങ്കിൽ നമ്മുടെ ജോയിനെ പറ്റി സംസാരിച്ചു തുടങ്ങാണ്. അങ്ങനെ അവൻ്റെ അടുത്ത് നിനക്ക് ഇവിടെ മുമ്പ് വർക്ക് ചെയ്തിരുന്ന സ്റ്റണ്ട്മാൻ ആയിട്ടുള്ള ജോയിനെ അറിയാമോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം ജോ എനിക്കറിയാമെന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ആ ഒരു ജോയുടെ വീട്ടിൽ കഴിഞ്ഞ ദിവസം ഒരു കള്ളൻ കയറിയെന്നും പറയാണ്. ഇനി സോളിന് അത് ഇവനാണെന്ന് മനസ്സിലായിട്ട് മനഃപൂർവ്വം ഇവനായിട്ടൊന്ന് ആക്കാനായിട്ട് ചോദിച്ചാണോ ഡൗട്ടുണ്ട്. ആ ടൈമിൽ ജോ ആണെങ്കിൽ ഒന്നും അറിയാത്ത പോലെ ഓ അങ്ങനെയാണോ, അയ്യോ അത് കഷ്ടമായി പോയല്ലോ, ജോ മരിച്ചു പോയിട്ടും അവന് പ്രശ്നങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കുവാണല്ലോ എന്ന് പറയാണ്. ഈ ഒരു ടൈമിന് മിങ്ങിൻ്റെ കോൾ വരാണ്. അങ്ങനെ ജോയ്ക്ക് മിങ്ങിൻ്റെ കോൾ വന്ന് കണ്ടതും സോളിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. ഈ ഒരു ടൈമിന് ജോ മിങ്ങിൻ്റെ കോൾ എടുത്ത് സംസാരിക്കുകയാണ്. ആ സമയം മിങ് ജോയിൻ്റെ അടുത്ത് നീ അവൻ്റെ കൂടെയാണ് മ്യൂസിക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോകുന്നതെന്ന് എന്നോട് എന്താ പറയാത്തതെന്ന് ചോദിക്കുകയാണ്. ഒന്നാമതേ നമ്മുടെ മിങ്ങിനും സോളിനും പരസ്പരം കണ്ടെടുത്താൽ കണ്ടുകൂടല്ലോ, അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെയാണ് ദേഷ്യപ്പെടുന്നത്. ആ ടൈമിന് ജോ അതിന് മറുപടി കൊടുക്കാൻ പോയതും സോൾ പെട്ടെന്ന് ഫോൺ വാങ്ങിച്ചിട്ട് ഹലോ മിങ് എന്നിങ്ങനെ സംസാരിക്കുകയാണ്. ആ മിങ് ആരാ ഇതെന്ന് ചോദിച്ചപ്പോൾ സോളാണെങ്കിൽ ഇത് ഞാനാ, അപ്പോൾ അവനെ വിളിച്ച മിങ് നീ തന്നെയാണല്ലേ, ജോയ് ഇപ്പോൾ ബിസിയാ, ഷൂട്ടിങ് കഴിഞ്ഞിട്ട് തിരിച്ച് വിളിക്കാനായിട്ട് ഞാൻ അവനോട് പറഞ്ഞോളാം എന്നിങ്ങനെ പറയാണ്. അട്ടൻ്റെ സോളിങ്ങനെ സംസാരിക്കുന്നതായിട്ടൊന്നും മിങ്ങിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്നാൽ കോള് കട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ജോ ആ ഒരു ഫോണ് സോളിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിച്ചിട്ട് മാറി നിന്ന് മിങ്ങിനോട് സംസാരിക്കുകയാണ്. ആട്ടേൻ്റെ മിങ് ജോയിൻ്റെ അടുത്ത് നീ സോളിൻ്റെ അടുത്ത് മിണ്ടാനേ പോകരുത്, അവനോടൊരു കണക്ഷനും വെക്കരുതെന്ന് പറയാണ്. ആ സമയം ജോ പക്ഷേ ഞാനും സോളും ഒരേ കമ്പനിയിലാണെന്ന് പറഞ്ഞപ്പോൾ ആ സമയം മിങ്ങാണെങ്കിൽ അതൊന്നും എനിക്കറിയണ്ട, നിനക്ക് വേണ്ടതും എല്ലാം ഇപ്പോൾ നിനക്ക് തരുന്ന ആൾ ഞാനാണ്, അപ്പം ഞാൻ പറയുന്നത് നീ അനുസരിക്കണമെന്ന് പറയാണ്. അത് ജോയും സമ്മതിക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്ന ജോ ആണെങ്കിൽ നമ്മുടെ വുഡിൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയിലേക്ക് വരുന്നതാണ്. അങ്ങനെ വരുന്ന ടൈമിന് മുമ്പ് നമ്മുടെ മിങ്ങും സോളും തമ്മിൽ അടിയുണ്ടായ ആ ഒരു സ്ഥലം, ആ സ്ഥലം കണ്ടപ്പോഴത്തേക്കും ആ ഒരു അടിയുടെ ഓർമ്മകളെല്ലാം ജോയ്ക്ക് വരാണ്. അങ്ങനെ അതാലോചിച്ചിട്ട് ജോ എൻ്റെ മനസ്സിൽ പുതിയൊരു ജീവിതം എനിക്ക് കിട്ടി, എന്നിട്ടും മുമ്പ് നടന്ന അതേ സംഭവങ്ങൾ വീണ്ടും വന്നുകൊണ്ടിരിക്കുവാണല്ലോ എന്നിങ്ങനെ പറയാണ്. ആ ഒരു ടൈമിൽ അങ്ങോട്ടേക്ക് വിട്ടു വന്നിട്ട് ജോയിൻ്റെ അടുത്ത് നീ ഇവിടെ എന്താ ചെയ്യുന്നതെന്നിങ്ങനെ ചോദിക്കുകയാണ്. ജോ ആ സമയം അത് പിന്നെ ടോങ്ങിൻ്റെ മൂവിയിലെ ഡയറക്ടറും കൂടെ ആയിട്ട് സീനിനെ കുറിച്ച് സംസാരിക്കാനായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു, അതിന് വന്നേന്ന് പറയാണ്. കുട്ടപ്പോൾ അങ്ങനെയാണോ, ഞാനിപ്പോൾ ഫ്രീ ആണ്, നിൻ്റെ കൂടെ ഞാൻ വരാം, നിന്നെ ഞാൻ ഒറ്റയ്ക്ക് വിടുന്നില്ല, ടോങ്ങിനെ വിശ്വസിക്കാൻ പറ്റത്തില്ല എന്ന് പറയാണ്. അങ്ങനെ ജോയ് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ വുഡും ജോയും കൂടെ ഒരുമിച്ച് ആ ഒരു മീറ്റിംഗ് നടക്കുന്ന റൂമിലേക്ക് കയറാണ്. കയറുന്ന ടൈമിന് ഒരു പയ്യൻ ജോയിനെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. ഈ സമയം ഡയറക്ടർ ജോയിനെയും വുഡിനെയും ഒരുമിച്ച് കണ്ടിട്ട് ആ പഴയ സ്റ്റണ്ട് ടീം വീണ്ടും എത്തിയല്ലോ എന്നിങ്ങനെ പറയാണ്. ആ സമയം വുഡാണെങ്കിൽ ഏത് സ്റ്റണ്ട് ടീം എന്ന് ചോദിച്ചപ്പോൾ ടോഗിൻ്റെ ഫസ്റ്റ് മൂവിയുടെ ഷൂട്ടിങ്ങിൻ്റെ ടൈമിനും നിങ്ങൾ നിങ്ങളുടെ സ്റ്റണ്ട്മാനെ കൊണ്ടുവന്നപ്പോൾ നിങ്ങൾ കൂടെ വന്നിട്ടുണ്ടായിരുന്നു, അതുപോലെ ഇപ്പോൾ ടോങ്ങിൻ്റെ വീണ്ടും ആ സിനിമയ്ക്ക് സ്റ്റണ്ട്മാനെ കൊണ്ടുവന്നപ്പോൾ നിങ്ങൾ കൂടെ വന്നിട്ടുണ്ടല്ലോ, അതാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറയാണ്. അങ്ങനെ പറഞ്ഞിട്ട് ഡയറക്ടറാണെങ്കിൽ നമ്മളിപ്പോൾ
ടോങ്ങിൻ്റെ അതേ ഫസ്റ്റ് മൂവി വീണ്ടും റീക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അതിലെ ആ ഫെൻസിങ്ങിൻ്റെ സീനൊക്കെ വേറെ ലെവലായിരുന്നു. ഈ ഒരു സിനിമ കൊണ്ടാണ് ടോങ് അത്രയും പോപ്പുലറായത്. അതുകൊണ്ട് തന്നെ നമ്മൾ റീക്രിയേറ്റ് ചെയ്ത് ഈ സിനിമയെ അതിവിജയമാക്കാൻ പോവുകയാണ്. അന്ന് ആ ഫെൻസിങ് സീന് ടോങ് തന്നെയാണ് അഭിനയിച്ചത്. പക്ഷേ അത് അപകടം പിടിച്ച കാര്യം കൊണ്ട് തന്നെ ഇപ്രാവശ്യം അവൻ്റെ സ്റ്റാൻഡിനായിട്ടുള്ള ജോ അത് അഭിനയിക്കണമെന്ന് പറയാണ്. അപ്പോൾ ടോങ്ങിൻ്റെ ഫസ്റ്റ് മൂവിയാണ് വീണ്ടും റീക്രിയേറ്റ് ചെയ്തെടുക്കുന്നത് എന്ന് മനസ്സിലായിട്ട് ഒട്ട് ജോയിൻ്റെ അടുത്ത് അതെന്താ തന്നോട് നേരത്തെ പറയാത്തതെന്ന് ചോദിക്കുകയാണ്. ആ സമയം ജോയും ടോങ്ങിൻ്റെ ഫസ്റ്റ് മൂവി വീണ്ടും റീക്രിയേറ്റ് ആണ് ചെയ്യുന്നതെന്ന് താനും ഇപ്പോഴാണ് അറിയുന്നതെന്ന് പറയുന്നുണ്ട്. ഈ ഒരു ടൈമിന് അങ്ങോട്ടേക്ക് ടോങ്ങിൻ്റെ മാനേജറും വരാണ്. ഈ ഒരു സമയം കൊണ്ട് ഡയറക്ടറാണെങ്കിൽ അവരുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും അന്ന് ഷൂട്ടിംഗ് ചെയ്ത സ്ഥലം നമുക്ക് ഇപ്പം തരാൻ പറ്റത്തില്ല എന്ന് അവിടെ താള് പറഞ്ഞു. അതുകൊണ്ട് പുതിയൊരു സ്ഥലം അന്വേഷിക്കുകയാണ്. പക്ഷേ പഴയ സ്ഥലത്തിൻ്റെ അത്രയും ഭംഗി ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല എന്ന് പറയാണ്. ഈ ടൈമിനാണ് അങ്ങോട്ടേക്ക് ടോങ് കയറി വന്നിട്ട് എല്ലാവർക്കും ഒരു ഹാപ്പിനെസ് ഉണ്ട്. ഫസ്റ്റ് ഈ സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലം എവിടെയാണോ ആ ഓണറിൻ്റെ അടുത്ത് ഞാൻ സംസാരിച്ചു. അതേ സ്ഥലം വീണ്ടും ഷൂട്ടിങ്ങിന് തരാമെന്ന് പറഞ്ഞു എന്ന് പറയാണ്. അതിനായിട്ട് ഡയറക്ടർ സീരിയസ് ആയിട്ട് എങ്കിൽ പിന്നെ ഇറങ്ങ് ഈ മാസ്റ്റർ പീസ് ഐറ്റം നമുക്ക് പെട്ടെന്ന് തന്നെ ഷൂട്ടിങ് തുടങ്ങണം, എല്ലാവരും ഇറങ്ങാനായിട്ട് പറയാണ്. അങ്ങനെ എല്ലാവരും സന്തോഷിച്ച് ഇറങ്ങുന്നുണ്ട്. ഈ ഒരു ടൈമിന് ഒട്ടാണെങ്കിൽ ജോയിൻ്റെ അടുത്ത് എനിക്ക് കുറച്ച് വർക്ക് ഉണ്ട്, ഞാൻ പിന്നെ വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവാണ്. ഈ ടൈമിന് നേരത്തെ ജോയിനെ നോക്കിക്കൊണ്ടിരുന്ന ആ ഒരു പയ്യൻ അങ്ങോട്ടേക്ക് വന്ന് ജോയിനോട് സംസാരിച്ചിട്ട് നീ എങ്ങനെ ഇവിടെ എത്തിയേ, 2 വർഷം കൊണ്ട് ഇത്രയും മാറ്റങ്ങൾ ഉണ്ടായോ എന്ന് ചോദിക്കുകയാണ്. ആക്ച്വലി ആ ഒരു പയ്യൻ നമ്മുടെ ജെയ്ക്കിൻ്റെ ഫ്രണ്ടാണ്. എന്നാൽ ജോയ്ക്ക് ആ പയ്യൻ ആരാന്നറിയത്തില്ല. എന്നാലും കാഷ്വലായിട്ട് ആ പയ്യൻ ചോദിച്ചതിന് മറുപടി കൊടുക്കുകയാണ് ജോ. ഈ ടൈമിന് ആ പയ്യനാണെങ്കിൽ ജോയിൻ്റെ അടുത്ത് നിനക്ക് സുഖമാണോ, നമ്മൾ കണ്ടിട്ട് എത്ര നാളായി എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയം ജോ സോറി എനിക്ക് നിങ്ങളെ മനസ്സിലായില്ല എന്നറിഞ്ഞപ്പോൾ ആ പയ്യൻ പറയും പോലെ നീ എന്നെ നിൻ്റെ മനസ്സിൽ നിന്ന് മാറ്റിക്കളഞ്ഞാണല്ലോ, എന്നാലും മറന്ന പോലെ അഭിനയിക്കുകയൊന്നും വേണ്ടെന്ന് പറയാണ്. ആ സമയം ജോ സോറി എനിക്ക് നിങ്ങളെ ശരിക്കും മനസ്സിലായില്ല, എനിക്ക് 2 വർഷം മുമ്പ് ഒരു ആക്സിഡൻറ്റ് പറ്റിയായിരുന്നു. സോ മുമ്പ് നടന്ന സംഭവമല്ല, ഞാൻ മറന്നുപോയി, നിങ്ങൾ ആരാന്ന് എനിക്ക് മനസ്സിലായില്ല എന്ന് പറയാണ്. ആ സമയം ആ പയ്യൻ എൻ്റെ പേര് താൻ, ഞാനിവിടെ സപ്പോർട്ടിങ് ആക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണെന്ന് പറയാണ്. എന്നിട്ട് താനാണെങ്കിൽ നമ്മൾ മുമ്പ് നല്ല ഫ്രണ്ട്സായിരുന്നു, ഇപ്പോൾ നിനക്ക് എന്നെ ഓർമ്മയില്ല, ഇറ്റ്സ് ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് താൻ അവിടെ നിന്ന് പോവാണ്. ഇപ്പോൾ നമ്മുടെ ജോ ഒരു കാര്യം ആലോചിക്കുകയാണ്. അതായത് ഈ ഒരു എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ജോയും അവൻ്റെ അമ്മയും കൂടെ പുതിയ വീട്ടിൽ വരുന്ന ടൈമിന് അവൻ്റെ അമ്മ നിനക്ക് എവിടെ നിന്നാണ് പൈസ കിട്ടിയെന്ന് വെച്ചപ്പോൾ ഒരു ഫ്രണ്ടിൻ്റെ നിന്ന് വാങ്ങിച്ചാണെന്ന് ജോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയം അമ്മ അത് താണിൻ്റെ നിന്നാണോ വാങ്ങിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ജോ ആലോചിച്ചിട്ട് അമ്മ ഉദ്ദേശിച്ച ഈ താണ് എന്ന് മനസ്സിലാക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്ന ജോ തിരിച്ച് വീട്ടിലേക്ക് വരുന്നതാണ്. അങ്ങനെ വന്നിട്ട് ഇവൻ്റെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമ്മ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആ സമയം അവനാണെങ്കിൽ അമ്മ ഞാൻ ഒരാഴ്ചത്തേക്ക് ടൗണിലേക്ക് മാറാണ്, ഷൂട്ടിങ്ങിൻ്റെ തിരക്കൊക്കെ കൊണ്ടാണ്, എന്താവശ്യം ഉണ്ടെങ്കിലും അമ്മേനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇവിടെ വേറെ ആളുണ്ടെന്നൊക്കെ പറയാണ്. ഈ ഒരു ടൈമിന് അവൻ അതിൻ്റെ കൂടെ തന്നെ ഞാൻ താണിനെ മീറ്റ് ചെയ്തു എന്ന് പറയാണ്. അത് കേട്ടതും അമ്മ സൈലൻ്റ് ആയിട്ട് ഇരുന്ന ശേഷം അവൻ്റെ അടുത്ത് താണിനോട് പ്രത്യേകിച്ച് എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം അവനാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല, അവനെൻ്റെ ഫ്രണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അമ്മ എനിക്കൊരു ഡൗട്ടുണ്ട്, ഞാനും താനും ഡേറ്റിംഗ് ആയിരുന്നോ, അവനെൻ്റെ എക്സ് ബോയ് ഫ്രണ്ട് ആണോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം അമ്മ അതിന് മറുപടി കൊടുക്കാതെ മിണ്ടാതിരിക്കുന്നുണ്ട്. ആ ടൈമിന് ജോ അമ്മയുടെ അടുത്ത് അമ്മ പ്ലീസ് അമ്മ പറയേ, എനിക്കൊന്നും ഓർമ്മയില്ല, പറഞ്ഞു തരാനായിട്ട് പറയാണ്. ആ സമയം അമ്മ അതെ നീയും താനും ഡേറ്റിംഗ് ആയിരുന്നു, പക്ഷേ നീയും അവനും ഡേറ്റ് ചെയ്യുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു. ആ പേരും പറഞ്ഞ് നീയും ഞാനും തമ്മിൽ വഴക്ക് വരെ ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ നിനക്ക് എന്നോടുള്ള ദേഷ്യം കൊണ്ട് നീ വെള്ളത്തിലേക്ക് എടുത്ത് ചാടി എന്ന് പറയാണ്. ആ സമയം ജോ അങ്ങനെയാണോ എനിക്ക് ആക്സിഡൻ്റ് ആയിട്ട് ഞാൻ ഹോസ്പിറ്റലിലായെന്ന് ചോദിച്ചപ്പോൾ അമ്മയാണെങ്കിൽ അതിന് മറുപടി കൊടുക്കാതെ നീ ഹോസ്പിറ്റലിലായതിനു ശേഷം ഞാൻ പിന്നെ ഫുള്ള് പ്രാർത്ഥനയായിരുന്നു, അന്ന് ഞാൻ തീരുമാനിച്ചതാണ് നീ എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിച്ചാലും ഞാൻ നിന്നെ ഒരിക്കലും തടയത്തില്ല എന്ന്, നീ ആരെ സ്നേഹിച്ചാലും എനിക്കതൊരു പ്രശ്നമുള്ള കാര്യമില്ല, എങ്ങനെയുള്ള ആളായാലും ഏത് ജെൻഡറിലുള്ള ആളായാലും എനിക്കതൊരു പ്രശ്നമുള്ള കാര്യമേ അല്ല എന്ന് പറഞ്ഞിട്ട് അവർ ജോയുടെ കൈ പിടിച്ചിട്ട് ഐ എം സോറി എന്ന് പറയാണ്. ആ സമയം ജോ അതൊന്നും കുഴപ്പമില്ല അമ്മ, അതൊക്കെ വർഷങ്ങൾക്ക് മുമ്പേ നടന്ന കാര്യമല്ലേ എന്ന് പറയാണ്. ഇവരുടെ അവൻ അമ്മയാണെങ്കിൽ നീ ആരെ വേണോ സ്നേഹിച്ചോ, പക്ഷേ പ്ലീസ് നീ താനെ മാത്രം സ്നേഹിക്കരുത്, അതവനൊരു പയ്യനായതുകൊണ്ട് ഞാൻ പറയുന്നില്ല, അവനെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളെ അല്ല, നിന്നെ ഉപയോഗിച്ചാണ് അവൻ ഫിലിം ഇൻഡസ്ട്രിയിൽ കയറി പറ്റി അവൻ അവിടുത്തെ ആളായ ശേഷം പിന്നെ നിന്നെ അവൻ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. നിനക്ക് ആക്സിഡൻ്റായി നീ കോമയിൽ കിടന്നപ്പോൾ ഒരിക്കൽ പോലും അവൻ നിന്നെ കാണാൻ വന്നിട്ടില്ല, അവൻ നിന്നെ ഉപയോഗിക്കായിരുന്നു, അതുകൊണ്ട് പ്ലീസ് നീ അവനെ സ്നേഹിക്കല്ലേ, വേറെ ആരെ വേണോ നീ സ്നേഹിച്ചോളാൻ പറയാണ്. ആ സമയം അവനാണെങ്കിൽ ഒരിക്കലും ഇല്ല അമ്മ, ഞാൻ അവനെ സ്നേഹിക്കത്തില്ല, പിന്നെ ഞാൻ വേറെ ആരെ സ്നേഹിക്കാനാ, ഇപ്പോൾ തൊട്ടടുത്തിരിക്കുന്ന അമ്മേനെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്നൊക്കെ പറയാണ്. ആ ടൈം അമ്മയാണെങ്കിൽ അവനെ ഹഗ്
ചെയ്ത ശേഷം ശരി നിനക്ക് ബാഗിൽ പാക്ക് ചെയ്ത് വെക്കാനായിട്ട് നിൻ്റെ ടൂത്ത് ബ്രഷൊക്കെ പോയി എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേ ചെല്ലാണ്. ഈ ടൈമിന് ജോയ്ക്കൊരു മെസ്സേജ് വരാണ്. നോക്കിയപ്പോൾ മിങ് അവന് മെസ്സേജ് അയച്ചിട്ട് എനിക്ക് ഇതിൻ്റെ അടുത്ത് ഇന്ന് രാത്രി ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം പറയാനുണ്ടെന്ന് പറയാണ്. അതിനുശേഷം കാണിക്കുന്ന മിങ് അവൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുന്ന ടൈമിന് അങ്ങോട്ടേക്ക് ജോ വരാണ്. ആ ടൈമിന് മിങ് ജോയിൻ്റെ അടുത്ത് നീ എന്താ നീ 2 വർഷം ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആയിരുന്നു എന്നുള്ള കാര്യം എന്നോട് പറയാതെ എൻ്റെ അടുത്ത് നിന്ന് മറച്ചു വെച്ചത് എന്ന് ചോദിക്കുകയാണ്. ആ സമയം ജോ അതത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ആയിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പറയട്ടെ പറയാണ്. മിങ് ആ സമയം നീ എന്നാണ് ആക്സിഡൻറ്റ് പറ്റി ഹോസ്പിറ്റലിൽ എത്തിയെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം ജോ എനിക്ക് ഓർമ്മയില്ല എന്ന് പറയാണ്. മിങ്ങപ്പോൾ നിനക്ക് ആക്സിഡൻറ്റ് നടന്നത് ഓഗസ്റ്റ് 13-നാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഈ ഒരു ടൈമിന് അവൻ ആക്സിഡൻറ്റ് നടന്ന ടൈമൊക്കെ ജോ ആലോചിക്കുന്നുണ്ട്. അവന് കറക്റ്റായിട്ട് ഓർമ്മയുണ്ട് ഓഗസ്റ്റ് 13-നാണെന്ന്. എന്നാൽ മിങ്ങിൻ്റെ അടുത്ത് എനിക്ക് ഓർമ്മയില്ല. അല്ല നിങ്ങൾക്ക് എന്താ അറിയേണ്ടത്, നിങ്ങളെന്തിനാണ് ഇതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നതെന്ന് മിങ്ങിനോട് ചോദിക്കുകയാണ്. ആട്ടേന് മിങ് അതിന് മറുപടി അറിയുന്നില്ല. എന്നിട്ട് ജോയിൻ്റെ അടുത്ത് എൻ്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യും, എല്ലാ റൂമിൻ്റെ തിരിപ്പുണ്ട് പോയി പാക്ക് ചെയ്യാനായിട്ട് പറയാണ്. ആക്ച്വലി ഒരു ഷൂട്ടിങ്ങിനായിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോവാണ്, അതുകൊണ്ടാണ് ജോൻ്റെ അമ്മയുടെ അടുത്ത് ഞാൻ ടൗണിലേക്ക് പോവാണെന്ന് ഇറങ്ങിയിട്ട് അവൻ്റെ ബാഗും പാക്ക് ചെയ്ത് ഇറങ്ങിയത്. ഇപ്പം മിങ്ങും അവൻ്റെ ബാഗ് പാക്ക് ചെയ്യാണ്. അങ്ങനെ ജോ എല്ലാം ഇങ്ങനെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്ന ടൈമിന് മിങ്ങിന് ആവശ്യമുള്ള സംഭവങ്ങൾ വേറെ നോക്കാനായിട്ട് അവൻ ഡ്രോയർ ഓപ്പൺ ചെയ്യാണ്. നോക്കിയപ്പോൾ നമ്മുടെ മിങ്ങിന് മുമ്പ് ജോ ഗിഫ്റ്റായിട്ട് കൊടുത്ത ആ ഒരു വാച്ചിൻ്റെ ബോക്സ് അവിടെ ഇരിക്കുന്നുണ്ടിട്ട് ഇവനിത് എടുത്തു നോക്കുകയാണ്. ഓപ്പൺ ചെയ്തപ്പോൾ ആ ഒരു വാച്ചും അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. അങ്ങനെ ജോ ആ ഒരു വാച്ച് മിങ്ങിൻ്റെ കയ്യിൽ കൊടുത്തതും മിങ്ങപ്പോൾ ഇത് ടോപ്പ് ബ്രാൻഡ് അല്ല, ടോപ്പ് ബ്രാൻഡ് എൻ്റെ കൈ കിടക്കുന്നതാണെന്ന് കാണിച്ചതും ജോ അപ്പോൾ എങ്കിൽ ഞാൻ പുതിയത് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ മിങ് അത് കുഴപ്പമില്ല എനിക്കിത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് അത് സ്നേഹത്തോടെ വാങ്ങിച്ചു വെച്ചതും എല്ലാം ജോ ഇങ്ങനെ ആലോചിക്കുകയാണ്. കറക്റ്റ് ടൈമിന് അങ്ങോട്ടേക്ക് മിങ് വരാണ്. അങ്ങനെ ജോ ഇങ്ങനെ ഈ ഒരു വാച്ച് എടുത്ത് വെച്ചിരിക്കുന്നത് കണ്ടിട്ട് മിങ് നീ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ച് ആ ഒരു വാച്ചിൻ്റെ ബോക്സ് ജോയിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഞാൻ സ്വന്തമായിട്ട് പാക്ക് ചെയ്തോളാം റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോകാനായിട്ട് പറയാണ്. അതിനുശേഷം ജോ പൊക്ക് കഴിഞ്ഞപ്പോഴത്തേക്കും മിങ് ആ ഒരു വാച്ച് നമ്മുടെ ജോയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതും കയ്യിൽ കെട്ടിക്കൊടുക്കാൻ പറഞ്ഞതും അതെല്ലാം അവനും ആലോചിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ മിങ്ങിൻ്റെ കാറിൽ ഇവർ രണ്ടുപേരും കൂടെ ആയിട്ട് ഈ ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് വരുന്നതാണ്. അങ്ങനെ അവിടെ എത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ജോ ആണെങ്കിൽ ഞാൻ പോയി ക്രൂവിൻ്റെ കൂടെ ഇരിക്കാം, നമ്മൾ രണ്ടുപേരെയും ആരും ഒരുമിച്ച് കാണാൻ നിൽക്കണ്ടെന്ന് ഇറങ്ങിയിട്ട് ജോൻ്റെ ബാഗും എടുത്ത് നേരെ അങ്ങോട്ടേ ചെല്ലാണ്. ആ ടൈമിന് ക്രൂ ആണെങ്കിൽ ജോ വന്നപ്പോഴത്തേക്കും ഇവിടെ വന്നിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവർക്കും റൂമൊക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം കാണിക്കുന്നത് ജോ ഫുഡ് കഴിക്കാനായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇത് വലിയ റിസോർട്ടായപ്പോഴത്തേക്കും ഈ ഒരു ഹോട്ടലിൻ്റെ കൂടെ തന്നെ റെസ്റ്റോറൻറ്റ് വരുന്ന ടൈപ്പ് ഉണ്ടല്ലോ അങ്ങനെയുള്ളതാണ്. അവരങ്ങനെ ഫുഡ് എടുക്കാൻ വന്നപ്പോൾ തൊട്ടടുത്തുള്ള ടേബിളിൽ നമ്മുടെ ടോങ്ങും മിങ്ങും എന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. അവരാണെങ്കിൽ ഇങ്ങനെ സംസാരിക്കുകയാണ്, അതായത് ഈ സിനിമേനെ പറ്റി. ടോങ് ഇങ്ങനെ സ്വയം പൈസയ്ക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമേൻ്റെ തന്നെ ടോങ് അതിനെക്കുറിച്ചൊക്കെ മിങ്ങിനോട് സംസാരിക്കുകയാണ്. എന്നിട്ട് മിങ്ങിൻ്റെ അടുത്ത് നീ വരത്തില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്, നിനക്ക് അഭിനയിക്കാനുള്ള സീനെല്ലാം ഒഴിവാക്കി വിടാനായിട്ട് പോകുമായിരുന്നു എന്ന് പറയാണ്. മിങ് ആ സമയം ഞാൻ ഫ്രീ ആയിരുന്നു അതുകൊണ്ട് ഞാൻ വന്നു എന്നങ്ങ് പറയുന്നുണ്ട്. ഈ ഒരു ടൈമിൽ ജോ ഫുഡ് എടുക്കാൻ ചെന്നപ്പോൾ അവിടെ താണാണെങ്കിൽ ഫുഡ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ജോ താണിനെ മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ഗീസൻ വീണ്ടും ടോങ്ങിനെയും മിങ്ങിനെയും കാണിക്കുമ്പോൾ ടോങ്ങാണെങ്കിൽ ഞാൻ റിസോർട്ട് ഇങ്ങനെ പണിയുന്നതിനെ പറ്റിയിട്ടുള്ള പ്ലാൻ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, അതിൻ്റെ സ്ഥലം കിട്ടാൻ ബുദ്ധിമുട്ടാണ്, പിന്നെ എൻ്റെ ബിസിനസ്സിനെ പറ്റിയിട്ട് മെയ് നിന്നോട് സംസാരിക്കാനൊക്കെ പറഞ്ഞു, നിൻ്റെ അഭിപ്രായം ചോദിക്കാൻ പറയൂ, നിനക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ ഇല്ലേ എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ നിന്നോട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ടൈമിൽ താണാണെങ്കിൽ ജോയിൻ്റെ അടുത്ത് നിന്നിട്ട് നീ ഏത് ഫുഡാണ് കഴിക്കാൻ പോകുന്നതെന്ന് ചോദിക്കുകയാണ്. ആ സമയം ജോ ആണെങ്കിൽ അതിപ്പോൾ അറിഞ്ഞിട്ടെന്തിനാ, നമ്മൾ തമ്മിൽ വലിയ സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, ഇതിപ്പോൾ നമ്മൾ സംസാരിച്ച് ക്ലോസ് ആയാലും എനിക്ക് നിന്നെ ഓർമ്മയില്ലല്ലോ എന്ന് പറയാണ്. ആ ടൈമിൽ താനാണെങ്കിൽ എന്താ നമ്മൾ രണ്ടുപേരും മുമ്പ് ഒരുമിച്ചിട്ടുണ്ടായിരുന്നെന്നും നിനക്ക് ഓർക്കാൻ താല്പര്യമില്ലേ, നിനക്കതൊന്നും അറിയണ്ടേന്ന് ചോദിക്കുകയാണ്. ആ സമയം ജോ ആണെങ്കിൽ വേണ്ട എനിക്ക് അറിയണ്ട, ഞാൻ കോമയിൽ കിടന്നപ്പോൾ നീ എന്നെ ഒരിക്കൽ പോലും കാണാൻ വന്നില്ലല്ലോ, താല്പര്യമില്ലാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ്. പോകുന്ന ടൈമിന് താണെന്ന് ജോയുടെ കയ്യിലും പിടിക്കുന്നുണ്ട്. കറക്റ്റ് ഇത് മിങ് കാണാണ്. അങ്ങനെ ടോങ് പറയുന്നത് ശ്രദ്ധിക്കാതെ ഇങ്ങനെ താണ് നമ്മുടെ ജോയുടെ കൈ പിടിച്ച കണ്ടിട്ട് മിങ്ങിൻ്റെ ശ്രദ്ധ അങ്ങോട്ട് പോയിട്ട് ഇവൻ താനെ തന്നെ ഇങ്ങനെ ദേഷ്യത്തിൽ നോക്കുകയാണ്. ടോങ് അപ്പോൾ മിങ് താൻ പറയുന്നത് ശ്രദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് മിങ്ങിനെ വിളിച്ചിട്ട് ഞാൻ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. മിങ് അപ്പോൾ കേൾക്കുന്നുണ്ട്, എനിക്ക് തോന്നുന്നത് നമുക്ക് ഇതിനെക്കുറിച്ച് പിന്നെ സംസാരിക്കാം, ഞാൻ ഫുഡ് കഴിച്ച് ഞാൻ പോകാമെന്ന് പറഞ്ഞിട്ട് അവനവിടെ നിന്ന് പോവാണ്. എന്നാൽ ടോങ്ങിന് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എത്തുന്നുണ്ട്. അതിനുശേഷം താനിരുന്ന് ഫുഡ് കഴിക്കുന്ന ടൈമിന് ടോങ് അവൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് നീയും ജോയും തമ്മിൽ മുമ്പേ പരിചയമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം അവനാണെങ്കിൽ ഞാനും ജോയും മുമ്പ് ഫ്രണ്ട്സ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട്.
ടോങ് അപ്പോൾ പക്ഷേ ജോയിനെ കണ്ടിട്ട് അവൻ നിൻ്റെ അടുത്ത് മിണ്ടാൻ വരുന്നില്ലല്ലോ, അപ്പോൾ പിന്നെ നിങ്ങളെങ്ങനെ ഫ്രണ്ട്സ് ആവുന്നതെന്ന് ചോദിക്കുകയാണ്. ആ സമയം അവനാണെങ്കിൽ അത് പിന്നെ മറ്റൊന്നും കൊണ്ടല്ല, അത് അവന് ജോയ്ക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിന് മുമ്പുണ്ടായിരുന്ന അവൻ്റെ മെമ്മറീസൊക്കെ പോയി, അങ്ങനെ അവൻ എന്നെ മറന്നുപോയി എന്ന് പറയാണ്. ഈ ഒരു ടൈമിൽ ടോങ്, ഓ അങ്ങനെയാണോ, പക്ഷേ നിങ്ങളെ കണ്ടിട്ട് നിങ്ങൾ മുമ്പ് വെറും ഫ്രണ്ട്സ് ആയിരുന്നു എന്നെനിക്ക് തോന്നുന്നില്ല, നിങ്ങൾ അതുക്കും മേലെ ആയിരുന്നു എന്നെനിക്ക് തോന്നുന്നുണ്ട്, അതല്ലേ ശരിയെന്ന് ചോദിക്കുകയാണ്. താണപ്പോൾ ടോങ്ങിനെ ഇങ്ങനെ നോക്കാണ്. ടോങ്ങപ്പോൾ ഏയ് ഞാൻ വേറൊരു അർത്ഥത്തിൽ പറഞ്ഞതല്ല, അത് പിന്നെ നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യാവോ, ആക്ച്വലി ജോ മിങ്ങുമായിട്ട് ക്ലോസ് ആവുന്നത് എനിക്ക് തീരെ താല്പര്യമില്ല. നീയാണെങ്കിൽ ജോയിനെ പഴയ കാര്യങ്ങളെല്ലാം ഓർമ്മിപ്പിക്ക്, നിങ്ങൾ എങ്ങനെയായിരുന്നു, നിങ്ങൾ അവന് ഇഷ്ടത്തിലായിരുന്നു എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അവൻ്റെ മൈൻഡിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറയാണ്. ആട്ടേര് താണാണെങ്കിൽ അപ്പം ഞാൻ അതിനു വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. താണിപ്പോൾ ഇവൻ്റെ കൂടെ ജോയിൻ ആയിരിക്കുകയാണ്, രണ്ടും കൂടെ അടുത്ത പ്ലാനും കൊണ്ട് ഇറങ്ങിയാണ് തോന്നുന്നത്. ഈ ഒരു ടൈമിൽ ജോയിനെ കാണിക്കുമ്പോൾ ഇവ നടന്നു വന്ന ടൈമിന് മിങ് ഇങ്ങോട്ടേക്ക് വന്നിട്ട് നിനക്ക് നേരത്തെ താണിനെ അറിയാമോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം ജോ ആണെങ്കിൽ അവൻ പറയുന്നത് ഞാനും അതിന് മുമ്പ് ഫ്രണ്ട്സ് ആയിരുന്നു, പക്ഷേ എനിക്ക് അവനെ ഓർമ്മയില്ല എന്ന് പറയുന്നുണ്ട്. ഈ ഒരു ടൈമിന് മിങ്ങാണെങ്കിൽ ഇന്ന് രാത്രി എൻ്റെ കൂടെ വന്ന് നിൽക്കാൻ പറയാണ്. ആ സമയം ജോ അതൊന്നും പറ്റത്തില്ല, ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാവുമെന്ന് പറയാണ്. കറക്റ്റ് ക്രൂവിലുള്ള ഒരാൾ വന്നിട്ട് ജോയിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വിളിക്കുകയാണ്. അങ്ങനെ ജോ മിങ്ങിനോട് പറഞ്ഞ് അങ്ങോട്ടേക്ക് ചെല്ലാണ്. അതിനുശേഷം കാണിക്കുന്നത് ജോ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നിൽക്കുന്നതാണ്. അതായത് നമ്മുടെ ടോങ്ങിൻ്റെ ഫസ്റ്റ് മൂവിയിൽ ആ ഒരു സൂപ്പർ ഹിറ്റായിട്ടുള്ള ഫെൻസിങ് സീൻ, അപ്പോൾ ആ ഒരു സീനിൻ്റെ പ്രാക്ടീസ് ഇങ്ങനെ ചെയ്യുന്ന ടൈമിന് ക്രൂവിലുള്ളൊരു മെമ്പർ വന്നിട്ട് ജോയിൻ്റെ അടുത്ത് അതിങ്ങനെ ചെയ്യണം ആ രീതി ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. ആ സമയം ജോ നിങ്ങൾ പറഞ്ഞ പോലെ വരണമെങ്കിൽ ക്രെയിന് ഈ ലെഫ്റ്റിലല്ല റൈറ്റിലേക്കാണ് വയ്ക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. ആ സമയം അയാൾ അതെങ്ങനെയാണ് വരുന്നത്, ടോങ് ഇത് ലെഫ്റ്റിൽ വെക്കാനാണല്ലോ പറഞ്ഞത്, അപ്പോൾ പിന്നെ അതെങ്ങനെ റൈറ്റിൽ വെച്ചാൽ ശരിയാവും ചോദിക്കുന്നുണ്ട്. ആ സമയം മറ്റൊരു ക്രൂ മെമ്പർ വന്നിട്ട് ജോ പറയുന്നത് ശരിയാണ്, ഇത് ലെഫ്റ്റിലല്ല റൈറ്റിലാണ് വെക്കുന്നത്, കാരണം ഫസ്റ്റ് ഈ മൂവി ഷൂട്ട് ചെയ്യുന്ന ടൈമിന് ഈ സീൻ ഷൂട്ട് ചെയ്യുന്ന ടൈമിന് ഞാൻ അവിടെ ഉണ്ടായിരുന്നു, പക്ഷേ ടോങ്ങിനിപ്പോൾ ഇത് ലെഫ്റ്റിൽ വെക്കണമെന്നല്ല ആഗ്രഹം, അപ്പോൾ പിന്നെ അങ്ങനെ തന്നെ വെച്ചേക്കാമെന്ന് പറയാണ്. ആ ടൈമിന് മറ്റേ ആൾ അവിടെ നിന്ന് പോവാണ്. എന്നിട്ട് ഈ ഒരു അതായത് ആ ഒരു ഷൂട്ടിങ്ങിൻ്റെ ടൈമിന് അന്നുണ്ടായിരുന്ന ആൾ ജോയിൻ്റെ അടുത്ത് അല്ല ആ ക്രെയിന് റൈറ്റിലാണ് ഇരുന്നതെന്ന് നിനക്കെങ്ങനെ അറിയാം, നീ ആ ഷൂട്ടിംഗ് സെറ്റിൽ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം ജോ ആണെങ്കിൽ ഏയ് ഇല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് റാൻഡമായിട്ട് ഗസ് ചെയ്ത് നോക്കിയാന്ന് പറയുന്നുണ്ട്. അതിൻ്റെ വീണ്ടും പ്രാക്ടീസ് ചെയ്യാണ്. പിന്നീട് കാണിക്കുന്ന രാത്രി അവൻ്റെ റൂമിൽ കുളിച്ചിട്ട് വന്നിരിക്കുന്നതാണ്. ഒരു റൂമിൽ രണ്ടുപേരെ വെച്ചാണ് ഇങ്ങനെ ആക്കിയിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ അവൻ്റെ റൂമിൽ അവൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഇവരുടെ തന്നെ മിങ് വീണ്ടും ഒരു മെസ്സേജ് അയച്ചിട്ട് രാത്രി എൻ്റെ റൂമിലേക്ക് വരാൻ പറയുന്നുണ്ട്. എന്നാൽ ജോ അത് ഇഗ്നോർ ചെയ്ത് വിടാണ്. കറക്റ്റ് ടൈമിൽ ആ റൂമിൻ്റെ അകത്തേക്ക് താൻ കയറി വരാണ്. താൻ കയറി വന്ന് കണ്ടിട്ട് ജോ ആണെങ്കിൽ നീ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് ഞാനാണ് നിൻ്റെ റൂംമേറ്റ് എന്ന് പറയുന്നുണ്ട് ജോ. അപ്പോൾ അതെങ്ങനെ ശരിയാവും, നീ ഒരു ആക്ടറല്ലേ, എൻ്റെ കൂടെ ഇവിടെ നിൽക്കാൻ വന്നൊരു ക്രൂ മെമ്പർ അല്ലേ എന്ന് പറയാണ്. ആ സമയത്ത് അതിനെക്കുറിച്ചൊന്നും എനിക്കറിയത്തില്ല, അവരെൻ്റെ അടുത്ത് ഈ റൂമിലോട്ട് വരാൻ പറഞ്ഞെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അവനാണെങ്കിൽ ഞാൻ ബിയറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, നമുക്ക് അടിച്ചു പൊളിച്ചിരിക്കാമെന്ന് പറയാണ്. എന്നാൽ ജോ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ താണവൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് സംസാരിക്കാനൊക്കെ തുടങ്ങുകയാണ്. ഈ ഒരു ടൈമിന് താണാണെങ്കിൽ നമ്മൾ മുമ്പ് ഒരുമിച്ചുണ്ടായിരുന്ന കാര്യമല്ല നിനക്ക് ഓർമ്മ കിട്ടണ്ടേ, അതെല്ലാം ഇന്ന് രാത്രിയോടെ ഞാൻ നിന്നെ ഓർമ്മിപ്പിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. ആ ടൈമിന് ജോ ആണെങ്കിൽ എനിക്ക് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞ ടൈമിന് മിങ്ങിൻ്റെയും നിൻ്റെയും കാര്യമൊക്കെ എനിക്കറിയാം, നിങ്ങളുടെ രാവിലെ ഒരുമിച്ചായിട്ട് വന്നതെന്ന് എനിക്കറിയാം, അത് ഞാൻ ടോങ്ങിനോട് പറഞ്ഞു കൊടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് പതുക്കെ പതുക്കെ ഇവനാണെങ്കിൽ അതായത് താൻ ഭീഷണിപ്പെടുത്തി തുടങ്ങാണ്. ആ ടൈമിന് ജോ ആണെങ്കിൽ ചെറുതായിട്ടൊക്കെ ഇതെന്താ സംഭവിക്കാമെന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഈ ഒരു ടൈം കൊണ്ട് തന്നെ താനാണെങ്കിൽ ജോയിനെ ബെഡിലേക്ക് ഇങ്ങനെ പിടിച്ച് കിടത്തിയിട്ട് കിസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. കാറ്റ് ടൈമിന് മിങ്ങ് കയറി വന്നിട്ട് താണിനെ പിടിച്ച് മാറ്റിയിട്ട് ജോയിനെയും വിളിച്ചുകൊണ്ട് റൂമിലേക്ക് കയറി പോവാണ്. മിങ് ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കായിരുന്നു. എന്നിട്ട് അവൻ ജോയിൻ്റെ അടുത്ത് നിനക്ക് അവൻ്റെ കൂടെ എന്തെങ്കിലും ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഒരു വർഷം കഴിഞ്ഞിട്ട് ചെയ്യ്, ഈ ഒരു വർഷത്തേക്ക് ഞാൻ നിന്നെ വാങ്ങിച്ചിരിക്കുക, നീ എൻ്റെ കൂടെ നിൽക്കേണ്ടതാ, അതുകൊണ്ട് നിനക്ക് എന്താഗ്രഹം ഉണ്ടെങ്കിലും അതൊക്കെ മനസ്സിൽ വെച്ചേക്കാൻ പറയാണ്. ആ സമയം ജോ അതിന് ഞാനൊന്നും ചെയ്തില്ല, അവനാ ചെയ്യാൻ ശ്രമിച്ചതെന്ന് പറയുന്നുണ്ട്. എന്നാൽ മിങ് അത് കേൾക്കുന്നില്ല, ഇവൻ്റെ ദേഷ്യപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. ആ സമയം ജോ നിങ്ങളെന്താ ഞാൻ അങ്ങനെ ഒരാളാണെന്നാണ് വിചാരിച്ചത്, ഞാൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ഒരു ടൈമിന് മിങ് ദേഷ്യം വന്നിട്ട് ജോയിനെ നീക്കിക്കൊണ്ട് സോഫയിൽ കിടത്തിയ ശേഷം അവൻ്റെ അടുത്ത് നീ ഞാൻ പറയുന്നത് അനുസരിക്കണം, നിന്നെ ഞാൻ വില കൊടുത്ത് വാങ്ങിച്ചതെന്ന് പറയുന്നുണ്ട്. ആ സമയം ജോ ആണെങ്കിൽ എന്താ ഞാൻ നിങ്ങളുടെ പുറകെ വാലാട്ടി നടക്കണമെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. എങ്കിൽ എന്നെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കാനായിട്ടും പറയുന്നുണ്ട്. ആട്ടന് മിങ് ദേഷ്യം വന്നിട്ട് ജോയുമായിട്ട് ചെറുതായിട്ട് ഇൻറ്റിമേറ്റ് ആകാൻ തുടങ്ങുന്നുണ്ട്. ജോയ്ക്ക് എന്തോ ഭയങ്കര മോശമായിട്ട് അതായത് അറപ്പായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അവൻ റെസിസ്റ്റ് ചെയ്യുന്ന പോലുമില്ല, അവൻ എന്തോ ഒരു മറ്റൊരു അതായത് ഒരു റിയാക്ഷനോ ഫീലിങ്ങോ ഒന്നുമില്ലാതെ ഇരിക്കുകയാണ്. ഈ ഒരു ടൈമിന് അങ്ങോട്ടേക്ക് ടോങ് വന്നിട്ട് റൂമിൻ്റെ വെളിയിൽ നിന്ന് തട്ടിയ ശേഷം മിങ് ഡോറ് തുറക്ക്, എന്താ പറ്റിയത്, എനിക്ക് സൗണ്ട് കേൾക്കാമല്ലോ, എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ ഒരു ടൈമിന് മിങ് ജോയിനെ വിട്ടിട്ട് ചെന്ന് ഡോറ് തുറക്കാണ്. ആ സമയം കൊണ്ട് ജോ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. ആ ടൈമിന് ടോങ് മിങ്ങിനെ തന്നെ നോക്കുകയാണ്. മിങ് അപ്പോൾ ദേഷ്യത്തിൽ അകത്തേക്ക് കയറി പോവാണ്. ഈ ഒരു ടൈമിന് ജോയിനെ കാണിക്കുമ്പോൾ ഇവൻ തിരിച്ച് റൂമിലേക്ക് വരായിരുന്നു. ആ സമയം താൻ അവിടെ ഇരിപ്പുണ്ട്. ജോ ഭയങ്കര ദേഷ്യത്തിലായിരുന്നുകൊണ്ട് തന്നെ
താനെ ബലം പ്രയോഗിച്ച് റൂമിൽ നിന്ന് പുറത്താക്കാണ്. കൂടെ താനിൻ്റെ ബാഗ്, ഡ്രസ്സ് എല്ലായിടത്തും പുറത്തേക്ക് വലിച്ച് എറിയുന്നുണ്ട്. ഇതേ സമയം മിങ്ങിനെയും ടോങ്ങിനെയും കാണിക്കുമ്പോൾ അവരാണെങ്കിൽ മിങ്ങിൻ്റെ റൂമിൻ്റെ അകത്തിരുന്ന് സംസാരിക്കാൻ തുടങ്ങായിരുന്നു. ആ സമയം മിങ്ങ്, നീ പറയാൻ വരുന്നത് എന്താണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് നീ ഒന്നും പറയണ്ട, നീ പോകാനായിട്ട് പറയാണ്. ആ സമയം ടോങ്, ഞാൻ പറഞ്ഞാൽ നീ അനുസരിക്കത്തില്ലെന്നറിയാം, കാരണം നിൻ്റെ പാരൻസ് പറഞ്ഞാൽ പോലും നീ അനുസരിക്കത്തില്ല. പക്ഷേ നീ ഒരു കാര്യം മനസ്സിലാക്ക്, ജോ മരിച്ചു, നീ ഒന്നെങ്കിലും മൂവ് ഓൺ ആവ്, നീ അവനെ വിടാനായിട്ട് പറയാണ്. ആ സമയം മിങ്ങാണെങ്കിൽ എങ്ങനെ വിടാനാ, അവൻ മരിക്കാനും അവൻ്റെ ലൈഫ് തൊലയാനും കാരണം നീയും ഞാനുമാണ്. എന്നാലും നീ എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് ആയതുകൊണ്ടാണ് ഇത്രയും കാലം ഞാൻ നിന്നോട് ദേഷ്യപ്പെടാതിരുന്നത്. എന്നെ കൊണ്ട് വെറുതെ അത് പറയിപ്പിക്കരുത്, എൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങി പോകാനായിട്ട് പറയാണ്. അങ്ങനെ ടോങ് അവിടെ നിന്ന് ചെല്ലാണ്. ടോങ് പോയി കഴിഞ്ഞതും മിങ്ങാണെങ്കിൽ ജോ മരിച്ചിട്ടില്ല, അവൻ ഇവിടെ തന്നെ ഉണ്ടെന്ന് പറയാണ്. ഇട്ടെന്നെ ജോയിനെ കാണിക്കുമ്പോൾ അവനവിടെ ബെഡിൽ കിടന്ന് കരയാണ്. അതിനുശേഷം കാണിക്കുന്നത് ജോ ആണെങ്കിൽ കോഫി ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പുറത്ത് റെസ്റ്റോറൻറ്റിൽ കുടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആ സമയം മിങ്ങ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. മിങ്ങ് ജോയിൻ്റെ അടുത്ത് വന്നിട്ട് എനിക്കൊരു കോഫി ഉണ്ടാക്കി കൊടുക്കാൻ പറയാണ്. അങ്ങനെ ജോ അവനൊരു കോഫി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ആ സമയം മിങ്ങ് ജോയിൻ്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങുന്ന ടൈമിൽ ജോ തനിക്ക് വർക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ചെല്ലാണ്. അതിനുശേഷം ജോ ആണെങ്കിൽ ആ ഒരു ഫെൻസിങ്ങിൻ്റെ സീന് അഭിനയിക്കാനായിട്ട് ഡ്രസ്സൊക്കെ മാറ്റി റെഡി ആയിട്ടിരിക്കുകയാണ്. ആ ടൈമിൽ ആ ഒരു ക്രൂവിലുള്ള, അതായത് ആ ഒരു ഡയറക്ടറാണെന്ന് തോന്നുന്നു, അങ്ങോട്ടേക്ക് വന്നിട്ട് നമ്മുടെ ജോയിൻ്റെ അടുത്ത് നീ ഈ സീൻ അഭിനയിക്കുന്നതിന് ക്രെഡിറ്റ് എടുത്തു എന്ന് ചോദിക്കുകയാണ്. ആ സമയം ജോ അങ്ങനെ ഓൾറെഡി ക്രെഡിറ്റ് എടുത്തു എന്ന് പറയാണ്. ആ സമയം അയാൾ എന്തായാലും നന്നായി, എനിക്ക് രണ്ടാമത് വീണ്ടും ഒരു മിസ്റ്റേക്ക് വരുത്താൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ്. ആ ടൈമിൽ ജോ ആണെങ്കിൽ, അതായത് ആ ഒരു ഫസ്റ്റ് മൂവിയിൽ ഈ ഒരു ഫെൻസിങ് സീന് ടോങ് അഭിനയിച്ചത് ഇങ്ങനെ ആലോചിച്ച് നോക്കുകയാണ്. അതിനുശേഷം ജോയിനോട് സംസാരിച്ച ആൾ വാഷ്റൂമിലേക്ക് പോകാനിങ്ങനെ നിൽക്കുന്ന ടൈമിൽ ക്രൂവിലുള്ള 2 മെമ്പേഴ്സ് ജോ അത് ചെയ്തിട്ട് ശരിയായില്ലെങ്കിൽ അത് ടോങ് തന്നെ ഫസ്റ്റ് മൂവി ചെയ്ത പോലെ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇത് കേട്ടിട്ട് ആ ഒരാൾ, പക്ഷേ ടോങ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് മൂവിയിലുള്ളതുപോലെ വരത്തില്ല, അതിനൊരു റീസൺ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അയാൾ അങ്ങ് പോവാണ്. ഇത് മിങ്ങ് കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ മിങ്ങിന് ആ ഒരു സീന് ടോങ് അല്ല അഭിനയിച്ചത് എന്നൊരു ഇത് സ്പാർക്ക് കത്താണ്. അങ്ങനെ അയാൾ വാഷ്റൂമിൽ പോയിട്ട് വന്നപ്പോൾ മിങ്ങ് എനിക്ക് ഇതിനോട് സംസാരിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അയാളെ വിളിച്ച് മാറ്റി നിർത്തിയിട്ട് സത്യം തുറന്നു പറ, ആരാ ആ സീൻ അഭിനയിച്ചത്, എനിക്കെല്ലാം അറിയാം, അത് ആരാന്ന് പറയാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ അയാൾ, അത് പുതിയതായിട്ട് വന്നൊരു പയ്യനായിരുന്നു, അവൻ്റെ അടുത്ത് ആ സീൻ അഭിനയിക്കുന്നതിന് ക്രെഡിറ്റ് എടുക്കണ്ട, അത് അവനാണ് ചെയ്തതെന്ന് ആരോടും പറയണ്ട എന്ന് ഞാനാണ് പറഞ്ഞത്. അതിന് പകരമായിട്ട് ഫുള്ള് ലൈഫ് ലോങ് ടോങ്ങിൻ്റെ സ്റ്റാൻഡിനായിട്ട് അവനെ തന്നെ നിർത്തിക്കോളാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു പയ്യനായിരുന്നു അത് അഭിനയിച്ചതെന്ന് പറയാണ്. ഈ ഒരു ടൈമിന് നമ്മുടെ മിങ്ങിന് കാര്യങ്ങളെല്ലാം മനസ്സിലാവാണ്. കാരണം ഈ ജോയ്ക്ക് ആക്സിഡൻറ്റ് പറ്റുന്നതിന് മുമ്പേ നമ്മുടെ മിങ്ങ് ഫസ്റ്റ് ടൈം ടോങ്ങിനെ മീറ്റ് ചെയ്തതും ടോങ്ങിൻ്റെ ഫാൻ ആയതിൻ്റെ ഫ്ലാഷ് ബാക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ മിങ്ങാണെങ്കിൽ ടോങ്ങിൻ്റെ ഈ ഫസ്റ്റ് മൂവി, അതായത് ഈ ഫസ്റ്റ് മൂവിയിലെ ഫൈറ്റ് സീൻ കണ്ടിട്ടാണ് ടോങ്ങുമായിട്ട് ഇഷ്ടത്തിലായത്. ഫൈറ്റ് സീൻ കണ്ടപ്പോൾ ടോങ്ങിൻ്റെ മുഖമല്ല അവൻ കണ്ടത്, മറിച്ച് ടോങ്ങിൻ്റെ ബാക്ക് സൈഡാണ്. കാരണം ടോങ് അവൻ്റെ മുഖം കാണിക്കാതെയാണ് ഫൈറ്റ് ചെയ്തത്. കാരണം ഫൈറ്റ് ചെയ്ത ടോങ് അല്ല, ജോ ആയിരുന്നു. സോ മുഖം കാണിക്കാതെയാണ് ഫൈറ്റ് ചെയ്തത്. മിങ്ങ് കണ്ടത് ബാക്ക് സൈഡായിരുന്നു. ഈ ബാക്ക് സൈഡ് കണ്ടിട്ടാണ് മിങ്ങ് ഇഷ്ടത്തിലായത്. സോ അത് ടോങ് ആണെന്ന് വിചാരിച്ചിട്ടായിരുന്നു മിങ്ങ് ഇഷ്ടത്തിലായത്. പക്ഷേ ഇപ്പോഴാണ് അവന് മനസ്സിലായത് അത് ടോങ് ആയിരുന്നില്ല, അത് ജോ ആയിരുന്നു. താൻ ഇഷ്ടപ്പെട്ടത് ജോയിനായിരുന്നു, ടോങ്ങിനല്ലായിരുന്നു എന്ന്. അങ്ങനെ ഈ ഒരു ടൈമിന് ഈ ഒരു സീന് വീണ്ടും നമ്മുടെ ജോ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ടൈമിന് അങ്ങോട്ടേക്ക് മിങ്ങ് വന്ന് നിൽക്കുന്നുണ്ട്. ആ സീൻ കണ്ടപ്പോഴത്തേക്കും മിങ്ങിന് കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നുണ്ട്. മിങ്ങ് അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു സീൻ ഷൂട്ട് ചെയ്ത് കഴിയുകയാണ്, പക്ഷേ കട്ട് പറഞ്ഞില്ല. ജോ ആണെങ്കിൽ സ്റ്റില്ലായിട്ട് ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആ സമയം മിങ്ങ് കരഞ്ഞുകൊണ്ട് ജോയിനെ പോയി ഹഗ് ചെയ്തിട്ട്, ഐ ആം സോറി ജോ, നീയാണെന്ന് അറിയത്തില്ലായിരുന്നു, എന്നോട് ക്ഷമിക്ക്, പ്ലീസ് എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരാനായിട്ട് പറയാണ്. മിങ്ങിന് ഈ ജോ നമ്മുടെ റിയൽ ജോ ആണെന്ന് മനസ്സിലായോ ഇല്ലേ എന്നറിയത്തില്ല. മിങ് ഒരു പക്ഷേ ഇപ്പോൾ അവൻ്റെ മുന്നിൽ നിൽക്കുന്ന ജോ, അതായത് നമ്മുടെ ജെയ്ക്കായിരിക്കാം ഒരു പക്ഷേ ആ ഫസ്റ്റ് മൂവിയിൽ അഭിനയിച്ചത്. ജെയ്ക്കുമായിട്ടായിരിക്കാം താൻ ആ ഒരു ബാക്ക് സൈഡ് കണ്ട് പ്രണയത്തിലായത് എന്നായിരിക്കാം ഒരു പക്ഷേ വിചാരിച്ചിരിക്കുന്നത്. ഇവൻ ഒരു പക്ഷേ നമ്മുടെ ഒറിജിനൽ ജോ ഈ ഒരു ബോഡിയിലുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കത്തില്ല. അങ്ങനെ അവൻ ഹഗ് ചെയ്തിട്ട്, ജോ എന്നോട് പോവില്ലേ പ്ലീസ്, തിരിച്ച് വാന്ന് പറഞ്ഞിങ്ങനെ കരഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ടൈം അവിടെ ഇപ്പോഴും ഷൂട്ടിംഗ് നടക്കുകയാണ്, ഡയറക്ടർ കട്ട് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഇപ്പോഴും അവിടെ ഷൂട്ടിംഗ് നടക്കുന്ന ടൈമിന് ഇങ്ങനെ മിങ്ങ് ഇവനെ വന്ന് ഹഗ് ചെയ്ത് തന്നിട്ട് അവിടെ നിന്നവരും എല്ലാവരും, നമ്മുടെ ടോങ്, ഡയറക്ടർ, അവിടെ കൂടെ വർക്ക് ചെയ്യുന്ന ആക്ടേഴ്സ്, ക്രൂ ഫുൾ ഇങ്ങനെ ഇവരെ തന്നെ നോക്കി നിന്നിട്ട് എന്താ സംഭവം എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കുകയാണ്. ഇതും കാണിച്ച് ഈ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ആവുകയാണ്. സോ നിങ്ങൾക്ക് ഈ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ഇട്ടായിരുന്നു. ബൈ.